എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ വീടുകളിൽ വെള്ളപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ തന്നെ പ്രയോജനകരമായിരിക്കും. നല്ല പഞ്ഞി പോലുള്ളതും ഒരു തരി പോലും പുളിപ്പില്ലാത്തതുമായ വെള്ളപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഈ ഒരു ഒറ്റ സീക്രട്ട് പഠിച്ചാൽ മതിയാകും. കയ്യിലെടുത്താൽ ടവല് പോലെ മടക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പഞ്ഞി വെള്ളപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇനിയിപ്പോ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരാണെങ്കിൽ മാവ് ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഒരാഴ്ച കാലത്തോളം ഒരു തരി പോലും പുളിപ്പില്ലാത്ത പെർഫെക്റ്റ് വെള്ളപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വീടുകളിൽ വെള്ളപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. ഇനി നമുക്ക് വെള്ളപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 3 ഗ്ലാസ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. നമ്മളിന്ന് എടുത്തിട്ടുള്ളത് റേഷൻ പച്ചരിയാണ്. റേഷൻ പച്ചരി വെച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെള്ളപ്പം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കാണിച്ചു തരുന്നത്. അതും ഒരു തരി പോലും മാവ് പുളിക്കാതെ. ഇപ്പോൾ അരച്ചു വെക്കുന്ന മാവ് ഒരാഴ്ച കാലത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചും സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഞാനിവിടെ 3 ഗ്ലാസ് പച്ചരി പാത്രത്തിലേക്ക് അളന്നു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചരി നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. റേഷൻ പച്ചരി ആയതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കണം. അരി കഴുകി അതിലെ വെള്ളം മുഴുവനും തന്നെ കളഞ്ഞു വെച്ചിരിക്കുവാണ്. ഇനി കഴുകിയെടുത്തിട്ടുള്ള അരിയിലേക്ക് അരമുറി നാളികേരം തിരുമിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 3 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവില് ചോറാണ് കൂടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് ചോറിന് പകരമായിട്ട് അവിലും ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ 2 ഗ്ലാസ് അളവിൽ ചോറ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് 2 ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന്റെ അളവ് ഒരു തരി പോലും കൂടി പോകരുത്. 3 ഗ്ലാസ് പച്ചരിക്ക് 2 ഗ്ലാസ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കാം. നമ്മളിന്നൊരു പ്രത്യേക രീതിയിലാണ് വെള്ളപ്പക്കൂട്ട് തയ്യാറാക്കി എടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. ഈസ്റ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് സോഡാപ്പൊടി ചേർക്കാം, തേങ്ങാവെള്ളം ചേർക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ തൈര് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇന്നത്തെ ഈ ഒരു വെള്ളപ്പക്കൂട്ട് തയ്യാറാക്കി എടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ രാത്രിയിലും ചെയ്തു വെക്കാം. ഇന്ന് നമ്മൾ അരിയിലേക്ക് എല്ലാ ചേരുവകളും ചേർത്തിട്ടാണ് അരി കുതിർത്തി എടുക്കുന്നത്. അങ്ങനെ അരി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെക്കാം. ഇന്നത്തെ ഈ ഒരു അപ്പക്കൂട്ട് ഞാൻ രാത്രിയിലാണ് കുതിർത്താനായിട്ട് മൂടി വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ നാളെ രാവിലെയാണ് അരി അരച്ചെടുക്കാനും പോകുന്നതും. ഇനിയിപ്പോ വൈകിട്ടാണ് നിങ്ങൾ അരി അരച്ചെടുക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതുമാണ്. ഇനി അരി ഒന്ന് കുതിർന്ന് വരട്ടെ, അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു രാത്രി മുഴുവനും കുതിർത്തിയെടുത്തിട്ടുള്ള അരി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല പതഞ്ഞ് നിൽക്കുന്ന ഒരു പരുവത്തിലാണ് അരി ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇതിലേക്കൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അരി കുതിർത്തിയ വെള്ളം കൊണ്ട് തന്നെയാണ് അരി അരച്ചെടുക്കാനും പോകുന്നത്. റേഷൻ അരി ആയതുകൊണ്ട് ഇതിലേക്ക് ഒരുപാട് വെള്ളം ചേർത്ത് നമ്മൾ അരച്ചെടുക്കരുത്. അങ്ങനെ വരുവാണെങ്കിൽ മാവ് വെള്ളം പോലെ ആയിപ്പോകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. റേഷനരിയും നമ്മുടെ സാധാരണ അയ്യാറട്ട് പച്ചരിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. റേഷനരി കൊണ്ട് നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ മാവ് പെട്ടെന്ന് തന്നെ ലൂസായി മാറും. അപ്പം എന്ന് പറയുമ്പോൾ അരികു ഭാഗമൊക്കെ നൈസായിട്ടും നടുഭാഗം ഇതുപോലെ ഒന്ന് പൂ വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലായിരിക്കണം. പക്ഷെ റേഷനരി കൊണ്ട് ചെയ്യുമ്പോൾ അങ്ങനെ വരാനായിട്ട് സാധ്യത വളരെ കുറവാണ്. അപ്പൊ വെള്ളത്തിന്റെ അളവ് വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ അരി അരച്ചെടുക്കാനായിട്ട്. ഇപ്പൊ ആദ്യം അരക്കാൻ എടുത്തിട്ടുള്ള അരി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമുക്കൊരു 3 തവണകൾ കൊണ്ടാണ് കേട്ടോ അരി അരച്ചെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആദ്യ അരി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ രണ്ടാമതും അരി അരച്ച് പാത്രത്തിലേക്ക് ഒഴിക്കുവാണ്. അങ്ങനെ 3 തവണകൾ കൊണ്ട് മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല കട്ടിയിലാണ് കേട്ടോ മാവ് അരച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ, മാവ് ഇതുപോലെ അരച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഉപ്പോ മധുരവും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ചേർക്കാവുന്നതാണ്. അങ്ങനെ നല്ലോണം തന്നെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. നമ്മുടെ പാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാവൊന്ന് പൊങ്ങിക്കിട്ടാനായിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് അരച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മാവ് നല്ലതുപോലെ പൊങ്ങി പാത്രത്തിന്റെ മൂടി വരെ എത്തിയിട്ടുണ്ട്. ഈ മാവ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാരണം ഒന്നുകൂടെ പൊങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ നമ്മൾ മാവ് അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് നമുക്ക് ഈ മാവ് ഒരു തരി പോലും പുളിപ്പില്ലാതെ തന്നെ അപ്പം തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം.
യോജിപ്പിക്കാം. കണ്ടോ, കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് മാവിനായി വന്നിട്ടുള്ളത്. നല്ല നുര വന്ന് നിൽക്കുന്ന ഒരു രീതിയിലേക്കാണ് മാവായി വന്നിട്ടുള്ളത്. ഇനി ഉടൻ തന്നെ നമുക്ക് അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് അപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ തവി മാവും പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ട് ഹോൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് ചട്ടി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം. കുറച്ച് വെച്ചതിന് ശേഷമായിരിക്കണം മാവ് കോരി ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം വേവായി വരുമ്പോൾ അരികിൽ നിന്നെല്ലാം ആവി പറന്നു തുടങ്ങും. ആ സമയത്ത് മൂടിയൊന്ന് തുറന്നു നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ അപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചട്ടിയിൽ നിന്നും എടുത്തു മാറ്റാം. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത അപ്പവും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. രണ്ടാമത്തെ അപ്പം വേവിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പാനിലേക്ക് ഇതുപോലെ വെള്ളം കുറച്ചൊന്ന് തളിച്ചു കൊടുക്കണം. കാരണം ആ ഒരു പാനിന്റെ ഹീറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത മാവ് ഇതുപോലെ തന്നെ കോരി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഈ മാവ് കലക്കി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മധുരമൊക്കെ കൂടുതലാണ് െങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർക്കാം. അങ്ങനെ രണ്ടാമത്തെ അപ്പവും മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിറയെ ഹോൾസ് വന്ന് തുടങ്ങുമ്പോൾ ഇതും നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഒരു തരി പോലും പുളിപ്പില്ലാതെ തന്നെ നിങ്ങൾക്ക് അപ്പം തയ്യാറാക്കി എടുക്കാനും സാധിക്കും. അങ്ങനെ രണ്ടാമത്തെ അപ്പവും നമുക്ക് ഇവിടെ നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതും പാനിൽ നിന്നും എടുത്തു മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ അപ്പങ്ങളും വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അപ്പങ്ങളെല്ലാം ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അപ്പമാണ്. ഇതുവരെയും നിങ്ങൾ അപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.